പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. എം.ടി. വാസുദേവൻ നായർക്ക് പത്മവിഭൂഷൺ പുരസ്കാരം മരണാനന്തര ബഹുമതിയായി. PR ശ്രീജേഷിനും പത്മഭൂഷൺ. വിവരങ്ങളുമായി ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നത്. ശ്രീജിത്ത് ബാലകൃഷ്ണൻ, മലയാളത്തിന് അഭിമാനമായി എം.ടി. വാസുദേവൻ നായർക്ക് ഇപ്പോൾ പത്മവിഭൂഷൺ ലഭിച്ചിരിക്കുകയാണ്. ഏതു രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഈ നേട്ടത്തെ നോക്കിക്കാണുന്നത്? മറ്റ് പുരസ്കാരങ്ങളൊക്കെ എങ്ങനെയാണ്? സ്വാതി, തീർച്ചയായും കേരളത്തിന് മലയാളത്തിന് അഭിമാനിക്കാവുന്ന വലിയൊരു ബഹുമതിയാണ് ഇപ്പോൾ പത്മ പുരസ്കാരങ്ങളുടെ പ്രഖ്യാപനത്തിൽ ഉണ്ടായിരിക്കുന്നത്. എം.ടി. വാസുദേവൻ നായർക്ക്, മലയാളത്തിന്റെ കഥാകാരൻ എം.ടി. വാസുദേവൻ നായർക്ക് പത്മവിഭൂഷൺ സാഹിത്യത്തിനും വിദ്യാഭ്യാസത്തിനും എന്ന വിഭാഗത്തിലാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് പത്മവിഭൂഷൺ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതുതന്നെയാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ പ്രഖ്യാപനങ്ങളൊന്ന്. അതോടൊപ്പം തന്നെ പത്മഭൂഷൺ പുരസ്കാരങ്ങളിലും കേരളത്തിന് അഭിമാനിക്കാവുന്ന നേട്ടമുണ്ട്. PR ശ്രീജേഷിന്, കായിക താരം, ഹോക്കി താരം, ഇന്ത്യയുടെ അഭിമാനം ഒളിമ്പിക്സ് വരെ ഉയർത്തിയ കായിക താരം PR ശ്രീജേഷിന് പത്മഭൂഷൺ കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ശ്രദ്ധേയമായ മറ്റു രണ്ട് കാര്യങ്ങൾ, തമിഴ്നാട്ടിൽ നിന്നുള്ള നടൻ അജിത് കുമാറിനും ശോഭനയ്ക്കും, മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയായ നടി ശോഭനയ്ക്കും, അത് തമിഴ്നാടിന്റെ നിർദ്ദേശത്തിലാണ്, അവർക്ക് രണ്ടുപേർക്കും പത്മഭൂഷൺ കൂടി കിട്ടിയിരിക്കുന്നു എന്ന കാര്യം കൂടി നമുക്ക് ഇപ്പോൾ പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ പത്മശ്രീയിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് അത് നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം, ഹൃദയാരോഗ്യ വിദഗ്ധൻ, അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചിരിക്കുന്നു എന്നൊരു കാര്യം കൂടിയാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത്. ഓമനക്കുട്ടി അമ്മയ്ക്ക് ആർട്ട് വിഭാഗത്തിൽ പത്മശ്രീ പുരസ്കാരം ഉണ്ട് എന്നൊരു കാര്യം കൂടിയാണ്. അതാണ് ഈ കേരളത്തിലുള്ള ഏറ്റവും ശ്രദ്ധേയമായ പുരസ്കാരങ്ങളുടെ ലിസ്റ്റിൽ പെടുന്ന കാര്യങ്ങൾ അത് തന്നെയാണ്. അതോടൊപ്പം തന്നെ മലയാളികൾക്കൊക്കെ ഏറെ പ്രിയങ്കരനായ R.അശ്വിൻ, അദ്ദേഹത്തിന് ക്രിക്കറ്റ് താരം കൂടിയായ R.അശ്വിന് പത്മശ്രീ പുരസ്കാരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരങ്ങൾ. നമുക്ക് ഏറ്റവും ശ്രദ്ധേയമായി പറയാൻ കഴിയുന്നത് ഈ എം.ടി. വാസുദേവൻ നായർക്ക് പത്മവിഭൂഷൺ പുരസ്കാരം, രാജ്യത്തിന്റെ പരമോന്നത പത്മ പുരസ്കാരങ്ങളിൽ ഒന്ന് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നു. മരണാനന്തര ബഹുമതിയായാണ് പുരസ്കാരമുള്ളത്. ശോഭനയ്ക്കും അജിത്തിനെയും ശോഭനയും മലയാളികൾക്ക് ഏറെ പ്രിയങ്കരായ താരങ്ങളാണ്, സിനിമാ താരങ്ങളാണ്. മലയാളത്തിന്റെ ഏറ്റവും പ്രിയങ്കരിയായ നടി കൂടിയാണ് ശോഭന. അവർക്ക് പത്മഭൂഷൺ പുരസ്കാരമാണ്. അതോടൊപ്പം തന്നെ PR ശ്രീജേഷ്, മലയാളിയുടെ അഭിമാനം ഒളിമ്പിക്സ് വരെ ഉയർത്തിയ കായിക താരം, ഹോക്കിയിൽ ഇന്ത്യയുടെ അഭിമാനം ഉയർത്തിയ താരത്തിന് അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചിരിക്കുന്നു. ആ കാര്യം കൂടിയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രാഷ്ട്രപതി ഭവൻ പുറത്തിറക്കിയ ഈ ലിസ്റ്റിൽ പറയാൻ കഴിയുന്നത്. ആഭ്യന്തര മന്ത്രാലയം കൂടിയാണ് ഈ ലിസ്റ്റ് പുറത്തിറക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ IM വിജയന്, കേരളത്തിന്റെ ഏറ്റവും ഒരുപക്ഷെ ഫുട്ബോൾ ലോകത്തിന് രാജ്യം സമ്മാനിച്ച ഏറ്റവും മികച്ച ഫുട്ബോൾ താരങ്ങളിൽ ഒരാളാണ് IM വിജയൻ. തൃശ്ശൂരിൽ നിന്നുള്ള IM വിജയന് പത്മശ്രീ പുരസ്കാരം കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ കേരളത്തിന് സമീപകാലത്ത് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ആ രൂപത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ പ്രഖ്യാപനങ്ങളൊന്നാണ് ഇത്തവണ സംഭവിച്ചിട്ടുള്ളത്. ഓമനക്കുട്ടി അമ്മയ്ക്ക് പത്മശ്രീ കൂടി പ്രഖ്യാപിക്കുമ്പോൾ ഒരുപക്ഷെ കേരളത്തിന് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാവുന്ന നേട്ടങ്ങളിലൊന്നാണ് ഇപ്പോൾ കേരളത്തിന് ലഭിച്ചിട്ടുള്ളത്. പത്മശ്രീ പുരസ്കാരങ്ങൾ, പത്മഭൂഷൺ പുരസ്കാരങ്ങൾ, പത്മവിഭൂഷൺ പുരസ്കാരങ്ങൾ വരെ കേരളത്തിന്റെ സാന്നിധ്യം ഉറപ്പിക്കുന്ന രൂപത്തിലാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ ലിസ്റ്റിൽ പെടുന്നത്. ഒരുപക്ഷെ ഈ ശോഭനയ്ക്ക് തമിഴ്നാടിന്റെ നിർദ്ദേശത്തിലാണെങ്കിൽ പോലും അതൊരുപക്ഷെ മലയാളത്തിനും അഭിമാനിക്കാവുന്ന നേട്ടം കൂടിയാണ് ഇപ്പോൾ നമുക്ക് എന്ന് തന്നെ വേണം നമ്മൾ അതിനെ വിലയിരുത്തേണ്ടത്. എന്തായാലും ശ്രീജേഷിനെയും ശോഭനയെയും അടക്കമുള്ള ആളുകളെ, ശോഭനയും ശ്രീജേഷിനെയും IM വിജയനെയും അടക്കമുള്ള ആളുകളെ രാജ്യം പത്മ പുരസ്കാരങ്ങൾ നൽകി ആദരിക്കുമ്പോൾ അത് കേരളത്തിനുള്ള ഏറ്റവും വലിയ ആദരമാണ്. അതോടൊപ്പം തന്നെ മെഡിസിൻ വിഭാഗത്തിൽ ജോസ് ചാക്കോ പെരിയവർ, അദ്ദേഹം നമ്മുടെ ഹൃദയാരോഗ്യ രംഗത്ത് ഏറ്റവും ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തിയാണ്. ജോസ് ചാക്കോ പെരിയവർത്തിനും കൂടി മെഡിസിൻ വിഭാഗത്തിൽ പത്മശ്രീ പുരസ്കാരം പ്രഖ്യാപിക്കുകയാണ് ഇപ്പോൾ. എന്തായാലും MD മരിച്ചിട്ട് മാസങ്ങൾ മാത്രം ആകുമ്പോഴാണ് ഈ പുരസ്കാരം പത്മവിഭൂഷൺ പുരസ്കാരം MD തേടി എത്തുന്നത് എന്നുള്ളത് വലിയ അഭിമാനം മലയാളത്തിന് ലഭിക്കുന്നതാണ്. ജ്ഞാനപീഠം പുരസ്കാരം നേടിയ, വയലാർ പുരസ്കാരം നേടിയ, സാഹിത്യത്തിൽ അതുല്യമായ സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് എം.ടി. വാസുദേവൻ നായർ. അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ നൽകി രാജ്യം ആദരിക്കുന്നു എന്നുള്ളത് വലിയ ശ്രദ്ധേയമായ കാര്യങ്ങളിലൊന്നാണ്. എന്തായാലും ജോസ് ചാക്കോ പെരിയപുറത്തെ കൂടി പത്മഭൂഷൺ നൽകി ആദരിക്കുമ്പോൾ മലയാളത്തിന്റെ എല്ലാ മേഖലയിലും ആരോഗ്യം, കായികം, സിനിമ, സാഹിത്യം തുടങ്ങി രാജ്യത്തിന് ഒരുപക്ഷെ
ലോകത്ത് തന്നെ ഇന്ത്യയുടെ അഭിമാനം തന്നെ വാനോളം ഉയർത്തിയ എല്ലാവരെയും പത്മഭൂഷൺ നൽകി രാജ്യം ആദരിക്കുന്നു. എല്ലാ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ലോകത്തിന്റെ എല്ലാ സമസ്ത മേഖലകളെയും സ്പർശിച്ച സാഹിത്യം, ആരോഗ്യം, വിദ്യാഭ്യാസം, കല, സിനിമ അടക്കം കായികമടക്കമുള്ള എല്ലാ മേഖലയിലെയും മലയാളികളെ പരിഗണിച്ചുകൊണ്ട് മലയാളികൾക്ക് അർഹതയ്ക്കുള്ള അംഗീകാരം കൂടിയാണ് ഇപ്പോൾ നൽകുന്നത്. അക്കാര്യത്തിൽ ഒരുപക്ഷെ മലയാളത്തിന് അഭിമാനിക്കാവുന്ന നേട്ടം തന്നെയാണ് ഇത് എന്ന് വേണം വിലയിരുത്താൻ സ്വാതി. അതുതന്നെയാണ് ശ്രീജിത്ത്, മലയാളികൾക്ക് അഭിമാനിക്കാവുന്നത് തന്നെയാണ്. പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. എം ഡി വാസുദേവൻ നായർക്ക് പത്മവിഭൂഷൺ പുരസ്കാരം മരണാനന്തര ബഹുമതിയായിട്ടാണ് PR ശ്രീജേഷിന് പത്മഭൂഷണം.